എനിക്ക് ടോട്ടൽ വന്ന എക്സ്പെൻസാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത്. വണ്ടിയുടെ പെയിൻറ്റ് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് ഇതിന് മേലെ ബ്ലാക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഓൺ റോഡിൽ വന്ന ചാർജ് 65,000. ഫുള്ള് പെയിൻറ്റ് റിമൂവ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെയിൻറ്റിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതൊക്കെ ആണെങ്കിൽ അവർ ഡിസ്കൗണ്ടോ കാര്യങ്ങളോ മീൻസ് ഇത്ര എമൗണ്ട് വരില്ല. ഇതിപ്പോൾ എൻ്റെ ഒരുപാട് ഏരിയ തുരുമ്പ് പിടിച്ച കാരണമാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്തത്. അതുകൊണ്ട് ഫുൾ പെയിൻറ്റ് റിമൂവ് ചെയ്തിട്ട് അവർ ചെയ്തു തന്നു. അതിൻ്റെ കൂടെ ഈ കുറച്ച് പാർട്സുകൾ അവർ പെയിൻറ്റ് ചെയ്തു. ആക്ച്വലി ഞാനിത് ക്രോം ഫിനിഷിംഗ് ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ അത് കുഴപ്പമില്ല എന്ന് പറയാം. ആ ഏരിയകൾ അവർ ചെയ്തു തന്നു. പിന്നെ ഫുള്ള് പോളിഷിങ്, വണ്ടിയുടെ ഫുള്ള് പോളിഷിങ്ങും ഇൻറ്റീരിയർ ഫുള്ള് ഞാനിത് ഫിറ്റ് ചെയ്തതിന് ശേഷം ക്ലീനിങ് എല്ലാം ഓൺ റോഡിൽ നിന്നപ്പോൾ ചെയ്തത്. അതിന് 65,000. മോഡിഫിക്കേഷൻ ഇത് ഗ്രാൻഡിലായിരുന്നു കിടന്നായിരുന്നു. ഈ പാർട്സൊക്കെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇപ്പോൾ നമ്മുടെ ബാലേട്ടൻ്റെ ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇതിന് എല്ലാം കൂടെ ഒരു 25 മീൻസ് ഈ മോഡിഫിക്കേഷൻ പ്ലസ് എൻ്റെ പാച്ചിൻ്റെ വർക്ക്, പിന്നെ നമ്മുടെ മിററിൻ്റെ സ്റ്റാൻഡ് എല്ലാം കൂടെ ഒരു 25,000 അറൗണ്ട് ആയിരുന്നു. പിന്നെ മെയിനായിട്ട് ക്യാഷ് വന്നത് നമ്മുടെ സ്പെയർ പാർട്സിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് ഞാൻ വാങ്ങിയത് നമ്മുടെ ഡോറിൻ്റെ അടിയിലുള്ള പോർഷനൊക്കെ ഞാൻ മെറ്റൽ വേറെ വാങ്ങിയതാണ്. ഒപ്പം ഈ നമ്മുടെ റിങ്, ഗ്ലാസ്, പാർക്ക് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റിൻ്റെ 2 സെറ്റ് ഇതെല്ലാം സ്പെയറിൽ വരുന്നതാണ്. ഇത് 2 എല്ലാം കൂടെ ഒരു 20,000 എനിക്ക് വന്നിട്ടുണ്ട്. ഉള്ളിലുള്ള ബീഡിങ് കാര്യങ്ങളെല്ലാം കൂടെ ഒരു 20,000 അറൗണ്ട് വന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ട് കാശ് പോയത് നമ്മുടെ ഗ്രില്ല്, പമ്പർ കാര്യങ്ങളൊക്കെ ആണ്. ഗ്രില്ല്, പമ്പർ, ഈ ഫ്രണ്ടിലെ ബാക്കിലെ കൂടെ ഗ്രില്ല് പ്ലസ് ഫ്രണ്ടിലെ ബാക്കിലെ കൂടെ ഈ പമ്പർ, നമ്മുടെ ഗ്രില്ല്, ബാക്ക് ഫ്രണ്ട് മോണോഗ്രാം, ഇതിൻ്റെ ഈ 2 ലെറ്റർ ഇത് 2. പിന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെ നിക്കിൾ പാർട്ട്, ഈ ഫ്രണ്ടിലെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഈ പാർട്ട്, ഇതും പഴയതാണ്. ഇതെല്ലാം കൂടെ എനിക്ക് വന്നത് 15,000 രൂപയാണ്. പ്ലസ് അതിൻ്റെ നിക്കിളിങ് ഞാനിപ്പോൾ ചെയ്തതാണ്. ഈ പോർഷൻസൊക്കെ നിക്കിളിങ് ചെയ്തതാണ്. ഇത് എല്ലാം ഗ്രില്ല് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് നിക്കിൾ ചെയ്തതാണ്. ഈ പമ്പർ എല്ലാം നിക്കിൾ ചെയ്താണ്. ഇപ്പോൾ അതിന് അറൗണ്ട് 6,000 രൂപയാണ് അവർ വാങ്ങിയത്. പക്ഷേ ഈ നിക്കിളിങ്ങിന് നമ്മളിവിടെയുള്ള പ്രശ്നം വരുന്നത് ആരും വാറണ്ടി കാര്യങ്ങളൊന്നും കൊടുക്കില്ല നിക്കിളിങ്ങിന്. ഇതിപ്പോൾ നിക്കിൾ ചെയ്ത പാർട്സ് തന്നെയാണ്. പിന്നെ ഇൻറ്റീരിയറിൽ ഞാനിപ്പോൾ ഈ ഷീറ്റ് ഡോർ പാഡിൻ്റെ ഉള്ളിലൊരു
ഷീറ്റ് ചെയ്തിട്ടുണ്ട്. കോയാസ് തരുന്ന ഒരു വുഡൻ ഷീറ്റായിരുന്നു ഒന്ന്. അതാണെങ്കിൽ ഈ ക്ലിപ്പ് ടൈപ്പ് ആയതുകൊണ്ട് ഊരുന്ന ടൈമിൽ പൊട്ടിപ്പോരും. ഇപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഷീറ്റ് ഫുൾ ഒഴിവാക്കിയിട്ട് ഒരു അത്യാവശ്യം തിക്നെസ്സുള്ള വേറൊരു ഷീറ്റ് ഇതിൽ വെച്ചതാണ് ഈ 4 ഡോറിൽ. അത് മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഇൻറ്റീരിയറിൽ. ഇതിന് അറൗണ്ട് 2500 ആ ഒരു ഇതായി. ബാക്കി അവർ കുറച്ച് പാർട്സ് നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ ടൈമിൽ ഊരിയ ഭാഗങ്ങളും കുറച്ച് അവർ ഒട്ടിച്ച് തന്നിരുന്നു. അതും കൂടെ ഫിറ്റിംഗ് ഇലക്ട്രിക്കൽ വർക്ക് ഒക്കെ ഏകദേശം ഒരു 2500 റേഞ്ചിൽ വന്നു. കാരണം എൻ്റെ ഒരു മോട്ടറും കൂടെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. മോട്ടറിൻ്റെ ചാർജിങ്ങിന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ അതിൽ ചെയ്തതാണ്. കോയാസ് ഇതൊക്കെ പഴയ സീറ്റുകളൊക്കെ പഴയതാണ്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു എന്ന് മാത്രം ഓൺ റോഡിൽ നിന്ന്.